Ladies and gentlemen, Srinarayan Guru Open University Day, Women's Writing, Block 1, Historical Introduction, Unit 1, In Search of Our Mother's Gardens by Alice Walker. So without any further ado, let's get started. അപ്പോൾ ആലിസ് വാക്കറിൻ്റെ ഈ ഒരു കഥ എന്ന് പറയുന്ന കഥയല്ല, അതൊരു എസ്സേ പോലെയാണ്. ഇതിനകത്ത് കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള വേദനയെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലായിട്ട് ഇപ്പം മദർ ഓഫ് ഫെമിനിസം എന്ന് പറയപ്പെടുന്നത് വിർജീനിയ വുൾഫാണ്. ഇപ്പോൾ വിർജീനിയ വുൾഫ് ഒരുപാട് വെള്ളക്കാരിയായ സ്ത്രീയായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടി, ഒരുപാട് മുന്നോട്ട് വന്നു. പക്ഷെ അതേസമയം തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ എഴുതി, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് ഇന്നതുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട് എന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊന്നും എല്ലാം അനുഭവിക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല, ഈ വിർജീനിയ വുൾഫിന് സാധിച്ചില്ല. എന്നാൽ നമ്മളെ ഈ കവിതയിൽ, ഈ ഒരു കഥയിൽ, ഈ ഒരു എസ്സേയിൽ ഒരു കഥാപാത്രത്തെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഫിലിപ്പ് വെറ്റ്ലി എന്ന് പറഞ്ഞിട്ട് ഫിലിസ് വെറ്റ്ലി. ഇവരെന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവരൊരു കറുത്തവർഗ്ഗക്കാരി സ്ത്രീയാണ്. ഇവർ വിർജീനിയ വുൾഫ് എന്തൊക്കെ മുന്നേ കണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞോ, ആ കാര്യങ്ങളൊക്കെ ജീവിച്ച് സഹിക്കേണ്ടി വന്ന ഒരാളുണ്ട്. അപ്പോൾ അവരെയും എടുത്ത് പറഞ്ഞുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾ അവരുടെ ക്രിയേറ്റിവിറ്റി നശിപ്പിക്കപ്പെടുന്നു, അവർക്ക് പരിഗണന കിട്ടുന്നില്ല. അവരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഫിലിസ് വെറ്റ്ലി. അവർ വിർജീനിയ വുൾഫ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്, എന്നിട്ട് പോലും അവർ ക്രിയേറ്റീവിലി മുന്നോട്ട് വന്ന ആളുകളാണ് എന്ന് പറയുന്ന ഒരു ഓവറോൾ കഥയാണ്. ഓക്കെ, കഥയിലൊരു എസ്സേയാണ്. അപ്പോൾ അതിൽ തുടക്കം നമുക്കൊന്ന് ഓരോ പോയിന്റ് വൈസ് വായിച്ചു നോക്കാം, എന്താണ് ഈ എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്പിരിച്വാലിറ്റി, ബ്ലാക്ക് വിമൻസ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി നോട്ടഡ് ബൈ ജീൻ ടൂമർ പെർസിസ്റ്റ് ഡിസ്പൈറ്റ് ഡെയിലി ഹാർഡ്ഷിപ്പ്. അപ്പോൾ ഈ ഒരു എസ്സേ വായിക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ജീൻ ടൂമറിൻ്റെ ഒരു ഡയലോഗ് ഇതിനകത്ത് പറയുന്നുണ്ട്. കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകളെ അതിൽ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ സെയിൻസ്, ക്രേസി പിറ്റിഫുൾ സെയിൻസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം സെയിൻസ് എന്ന് പറഞ്ഞാൽ സന്യാസികൾക്കാണ് സെയിൻറ്റ് എന്ന് പറയാം. അപ്പം കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകളെ എന്തിനാണ് ജീൻ ടൂമർ സെയിൻസ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രേസി പിറ്റിഫുൾ സെയിൻസ് എന്ന് വിളിക്കുന്നത്? കാരണം അവർക്ക് ഒരു സെയിൻറ്റിൻ്റെ പണി, ഒരു ഋഷി അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ പണി പറഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തലാണ്. എന്ന പോലെയാണ് കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾ. അവർ ഒരുപാട് സഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, അവർക്ക് എന്ത് ചെയ്തു കൊടുത്തത്, അവർക്ക് സെയിൻസ് എന്ന് ജീൻ ടൂമർ വിളിച്ചത്. അപ്പം അങ്ങനെ ജീൻ ടൂമറിൻ്റെ ആ ഒരു സംസാരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എസ്സേ തുടങ്ങുന്നത്. അപ്പോൾ കറുത്തവർഗ്ഗക്കാരുടെ സ്പിരിച്വാലിറ്റിയെ നോട്ട് ഡെയിലി ഹാർഡ്ഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്ന ആ ജീൻ ടൂമറിൻ്റെ ഡയലോഗ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ സിസ്റ്റമാറ്റിക് മാർജിനലൈസേഷൻ, ലിമിറ്റഡ് ബ്ലാക്ക് വിമൻ സെൽഫ് എക്സ്പ്രഷൻ പൊട്ടൻഷ്യൽ. ഇപ്പോൾ കാര്യമായിട്ട് എസെൻഷ്യൽ ഈ ഒരു എസ്സേയിൽ പറയുന്നത് വെച്ചാൽ കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് അവരെ തന്ത്രപരമായിട്ട് അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളക്കാരായ ആളുകൾ കറുത്തവർഗ്ഗക്കാരെ പിടിച്ചു വെക്കുകയും അതിൽ സ്ത്രീകളെല്ലാം ഒരു ഉടുപ്പും ഇല്ലാതെ അവർ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചു വെച്ചാൽ കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവരുടെ സെൽഫ് എക്സ്പ്രഷൻ, അവർക്ക് മനസ്സിലുള്ള താല്പര്യങ്ങൾ പറയാൻ, അവർക്കുള്ള പൊട്ടൻഷ്യൽ മുന്നോട്ട് കൊണ്ടുവരാൻ അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കഴിയുമായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് അതൊന്നും ചെയ്യിക്കാതിരിക്കാൻ അന്നത്തെ വർഗ്ഗക്കാർ പ്രത്യേകം ശ്രമിച്ചു, വെള്ളക്കാർ ഒരുപാട് ശ്രമിച്ചു. ഇത് കാരണം കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് അവരുടെ ആന്തരികമായിട്ടുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ ഒരു എസ്സേയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ക്രിയേറ്റിവിറ്റി, ബ്ലാക്ക് വിമൻ ക്രിയേറ്റഡ് ആർട്ട് ഫ്രം ലിമിറ്റഡ് റിസോഴ്സസ് ഓഫൻ സ്റ്റാഫിൾ ബൈ സൊസൈറ്റൽ റോൾസ്. അല്ലേ, അന്ന് സമൂഹത്തിൽ കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾക്കുള്ള പ്രശ്നം എന്താ, അവരൊന്നും പറയാൻ പാടില്ല, ഒന്നാമത് സ്ത്രീയാണ് എന്നുള്ള പ്രശ്നമാണ്, പിന്നെ കറുത്തതും കൂടി ആയാൽ തീരെ വാല്യൂ ഉണ്ടാവില്ല. എന്നിട്ട് പോലും കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകളിൽ നിന്ന് പലരും ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, പലരും പല രീതിയിലുള്ള ആർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എഴുത്തുകാരായവരുണ്ട്, അല്ലാതെ പല രീതിയിൽ ആർട്ട് കാണിച്ചവരുമുണ്ട്. അപ്പം കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾ ബുദ്ധിമുട്ട് സഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിട്ടും അവർ എങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പോലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഈ എസ്സേൻ്റെ ആകത്തുക. സെയിൻസ്, ടൂമേഴ്സ്, ക്രേസി പിറ്റിഫുൾ സെയിൻസ് റിഫ്ലക്സ് ബ്ലാക്ക് വിമൻസ് റിസീൻസ് സഫറിങ്. നമ്മൾ പറഞ്ഞല്ലോ, ടൂമർ പറഞ്ഞിട്ടുണ്ട്, ക്രേസി പിറ്റിഫുൾ സെയിൻസ് എന്ന് കറുത്തവർഗ്ഗക്കാരെ വിളിക്കുന്നുണ്ട്. അവരെത്രത്തോളം വേദന സഹിച്ചു പിടിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. റെസ്ട്രിക്റ്റീവ് കാരിക്കേച്ചേഴ്സ് ഡിലെജിറ്റിമൈസ് ബ്ലാക്ക് വിമൻസ് ആർട്ടിസ്റ്റിക് കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണ്, കറുത്തവർഗ്ഗക്കാരെ സ്ത്രീകൾക്ക് തീരെ വിലയില്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും എഴുതി കൊണ്ടുവന്നാൽ അവരെ അടിച്ച് പുറത്താക്കുക, അവരെ എഴുത്തിന് തീരെ വില കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെ എന്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ എസ്സേൻ്റെ ഭാഗത്ത് പറയുന്നത് കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് അടിച്ചമർത്തലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അവർ ക്രിയേറ്റിവിറ്റിയെ പരിഗണിക്കപ്പെടുന്നില്ല. അങ്ങനെ ആയിട്ട് പോലും അവർ ക്രിയേറ്റീവായി പലതും കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന സാധനം പോലും പലരും എന്ത് ചെയ്യുന്നു, തന്ത്രപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാതെ അതൊക്കെ പിടിച്ചു വെച്ച് അവർ ക്രിയേറ്റീവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഫസ്റ്റത്തെ നമ്മൾ ഈ സ്ലൈഡിൽ പറയുന്നത്.
അപ്പൊ രണ്ടാം ഭാഗത്ത് പറയുന്നത് ചില ഐക്കൺസ്, അതായത് ഈ ഇപ്പോൾ കറുത്തവർഗക്കാരായ സ്ത്രീകളിൽ പലരും ഉണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിനിടയിൽ പോലും അവരുടേതായ ക്രിയേറ്റിവിറ്റി കാണിച്ചവർ. അതിന് ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ബെസ്സി സ്മിത്ത്, ബില്ലി ഹാൾഡേ. ഇവരൊക്കെ കറുത്തവർഗക്കാരായ സ്ത്രീകളാണ്. അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ബ്രില്യൻറ്റ് ടാലൻറ്റ്, നല്ല നല്ല കഴിവ് കാണിച്ചവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മളെ കവിതയ്ക്ക്, നമ്മളെ ഈ ഒരു എസ്സേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടാണ് രണ്ടാമത്തെ ആ പോയിന്റിൽ കാണിക്കുന്ന ആള് ഫിലിസ് വിറ്റ്ലി. ഫിലിസ് വിറ്റ്ലി എന്നുള്ളത് ഒരു കറുത്തവർഗക്കാരായ സ്ത്രീ തന്നെയാണ്. പക്ഷെ അവര് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് സഹിക്കുകയും അതേസമയം ആ ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ പോലും നല്ല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആരാണ് ഫിലിസ് വിറ്റ്ലി? എൻസ്ലേവ്ഡ് പോയറ്റ്സ് പൊട്ടൻഷ്യൽ. എൻസ്ലേവ്ഡ് പോയറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അടിമ സ്ത്രീ ആയിരുന്നു. പൊട്ടൻഷ്യൽ പോയറ്റ് കർട്ടേൽഡ് ബൈ സ്ലേവറി ആൻഡ് പൂർ ഹെൽത്ത്. അവരെങ്ങനെയായിരുന്നു ലാസ്റ്റ് നശിപ്പിക്കപ്പെട്ടത്? അവർക്ക് ഒന്നാമത് സ്ലേവറി, ഒന്നാമത് അടിമയായിട്ടാണ് വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ പൂർ ഹെൽത്ത്, തീരെ ആരോഗ്യമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ മനസ്സിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഫിലിസ് വിറ്റ്ലി. പിന്നെ ഈ ഒരു എസ്സേ മുന്നോട്ട് പോകുന്നതോറും നമ്മൾ മറ്റൊന്ന് കാണാനുള്ളത് നമ്മുടെ മദറിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പം ബ്ലാക്ക് മദേഴ്സിനെ പറ്റിയിട്ടും ഗ്രാൻഡ് മദേഴ്സിനെ പറ്റിയിട്ടും ഇവിടെ സംസാരിക്കുന്നുണ്ട്. എന്താണ് ബ്ലാക്ക് മദേഴ്സും ഗ്രാൻഡ് മദേഴ്സിനും ഇവിടെ കാര്യം? അതായത് ഈ കവിത എഴുതുന്നവർ മാത്രമല്ല ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറുത്തവർഗക്കാരായ സ്ത്രീകളെ മുഴുവൻ എടുക്കുന്ന സമയത്ത് അതിൽ അമ്മമാരാണ് കൂടുതലുള്ളത്. കാരണം അവരെ അതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും പണ്ട് ഉപയോഗിച്ചിരുന്നത്. അവരെന്ത് ചെയ്യും? സെക്സിന് ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്നുണ്ടാവുന്ന മക്കളെ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റുമല്ലോ എന്ന ഉദ്ദേശത്തിലെ ആളുകൾ അവരെങ്ങനെ ഉപയോഗിച്ചു. അപ്പം ഏകദേശം ബ്ലാക്ക് വുമണും മദറുകളായിട്ടുണ്ടാവും. പക്ഷേ ഈ ബ്ലാക്ക് മദേഴ്സ് അവരുടെ ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ടുള്ളത്, ഇത്രയും ഒപ്രഷൻ ഉണ്ടായിട്ടും അവർ ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ടുള്ളത് എന്തുകൊണ്ടല്ല? അവർ എഴുതിയിട്ട് മാത്രമല്ല, എഴുത്ത് മാത്രമല്ല ക്രിയേറ്റിവിറ്റി. അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ല് കാണിച്ചിരുന്നത് പല രൂപത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാലാമത്തെ പോയിന്റ് ഒക്കെ ചർച്ച് സ്പിരിച്വാലിറ്റി ഫൗണ്ട് എക്സ്പ്രഷൻ ഇൻ ചർച്ച് സിംഗിങ് ആൻഡ് കമ്മ്യൂണൽ വർഷിപ്പ്. അപ്പം അന്ന് ക്രിസ്ത്യാനിറ്റി വരികയും അങ്ങനെ തുടർന്ന് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ഇവർക്ക് ചേരാൻ പറ്റുകയും അവിടെ ജാതി വർണ്ണ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് ചർച്ചുകളിൽ പോയി പാടാനും അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് വർഷിപ്പ് ചെയ്യാനൊക്കെ അവസരം കിട്ടി. അപ്പോൾ കൂടുതലായിട്ടും കറുത്തവർഗക്കാരി സ്ത്രീകളാണ് അവിടെ പാടാൻ വരിക. കാരണം എന്താ? അവർ ക്രിയേറ്റിവിറ്റി തുറന്നു വെക്കാൻ ഒരു സ്ഥലം അതാണ്. അപ്പോൾ ഒരു ഉദാഹരണമാണത്. അപ്പം മദേഴ്സ് എവിടെയാണ് കാണിക്കുന്നത്? മദേഴ്സ് കാണിക്കുന്നത് തൊട്ടടുത്ത സ്ലൈഡും നമ്മൾ പറയും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ എഴുത്തുകാരി ആലിസ് വാക്കർ പറയുന്നത് കറുത്തവർഗക്കാരായ സ്ത്രീകൾ അവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കുന്നത് അവരുടെ മക്കളിലൂടെയാണെന്നാണ്. അതാണ് മദേഴ്സ് ഗാർഡൻസ് എന്ന് പറയുന്നത്. അവരുടെ മക്കൾ അവരുടെ മദറിൻ്റെ ഗാർഡൻ പോലെയാണ്, മദറിൻ്റെ പൂന്തോട്ടം പോലെയാണ്. അപ്പോൾ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉയരങ്ങളിലേക്ക് എത്തുക, അവർ ക്രിയേറ്റീവായി മുകളിലേക്ക് എത്തുക, ഉഷാറാവുക എന്ന് പറയുന്നത് ആ മദറിൻ്റെ ക്രിയേറ്റീവ് പവറിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബ്ലാക്ക് മദറും ഗ്രാൻഡ് മദറും എല്ലാം വളരെയധികം ഹൈലി ക്രിയേറ്റീവായ ആളുകളാണ് എന്നും കൂടിയും ഇതിൽ വാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിർജീനിയ വോൾഫ് കോൺട്രാസ്റ്റഡ് വിത്ത് വിറ്റ്ലി ടു ഷോ ഡിസ്പാരിറ്റീസ് ഇൻ ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതിനകത്ത് വിർജീനിയ വോൾഫിനെയും ഫിലിസ് വിറ്റ്ലിയും പറഞ്ഞു. അപ്പോൾ രണ്ടാളെയും എന്തെങ്കിലും കമ്പയർ ചെയ്യുന്നുണ്ട്. ഫിലിസ് വിറ്റ്ലി എന്നുള്ളത് കറുത്ത വർഗ്ഗക്കാരിയ അടിമയായ സ്ത്രീയാണ്, വളരെയധികം ബുദ്ധിമുട്ടായി പോയിട്ടുണ്ട്. അതേസമയം വിർജീനിയ വോൾഫ് ഒരു വെള്ളക്കാരിയാണ്, അപ്പോൾ അതിൻ്റെ പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിർജീനിയ വോൾഫ് ആണല്ലോ ഉഷാർ, വിറ്റ്ലി ഉഷാർ അത്ര ഇല്ലല്ലോ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഫിലിസ് വിറ്റ്ലി എന്നുള്ളത് കറുത്ത വർഗ്ഗക്കാരിയ സ്ത്രീയാണ്. ഒരുപാട് ഡബിൾ ബുദ്ധിമുട്ട്, വിർജീനിയ വോൾഫിനേക്കാൾ ഡബിൾ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് ഫിലിസ് വിറ്റ്ലി. അപ്പോൾ ഇവരെ കോൺട്രാസ്റ്റ് ചെയ്ത് പറയുകയും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എസ്സേയിൽ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പലതുണ്ടെങ്കിൽ പോലും അവർ ആർട്ടിനെ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ തന്നെ കൊണ്ടുവന്നു. അത് എസ്സേ ആയിട്ട് തന്നെ ആവണമെന്നില്ല, കവിതമായിട്ട് തന്നെ ആവണമെന്നില്ല. എല്ലാ കറുത്ത വർഗ്ഗക്കാരെ അമ്മമാരും വല്യമ്മമാരും എല്ലാവരും ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. കാരണം അവരെ ആർട്ടിൻ്റെ ഫലമാണ് അവരുടെ മക്കളെ അവർ ഗാർഡനെ പോലെ മദേഴ്സ് ഗാർഡൻസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ മക്കളെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാൻ കാരണം ആരാണ്? അവരുടെ അമ്മമാരാണ്. അപ്പോൾ അവർക്ക് ക്രിയേറ്റിവിറ്റി കാണിക്കാനുള്ള അവസരം ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്നുകൂടിയും ഈ കഥ ഈ ഒരു എസ്സേ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആൾ നമ്മളെ ഓദർ തന്നെയാണ്. ഓദർ ഇവിടെ അമ്മമാരെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വന്തം അമ്മയെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ ആക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്ര ക്രിയേറ്റീവ് ആയിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് പോകേണ്ടത് എന്ന അർത്ഥത്തിൽ കൂടെ അവർ സംസാരിക്കുന്നുണ്ട്. ബ്ലാക്ക് മീൻസ് ക്രിയേറ്റീവ് റെസീലിയൻസ്. അപ്പം ആലിസ് വാക്കർ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അവരുടെ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അമ്മയെ നമുക്ക് സെപ്പറേറ്റ് ക്യാരക്ടർ ഇറക്കാൻ പറ്റും. ഏതായാലും ആലിസ് വാക്കർ ഓദറാണ്. പിന്നെ ഫിലിസ് വിറ്റ്ലി പറഞ്ഞ പോലെ അടിമ സ്ത്രീയായ, വളരെ ശക്തിയില്ലാത്ത, വളരെയധികം ദ്രവിച്ച ഒരു ശരീരമുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ പോലും ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. ജീൻ ടൂമർ കറുത്തവർഗ്ഗക്കാരെ കുറിച്ച് സെയിൻസ്, ക്രേസി പിറ്റിഫുൾ സെയിൻസ് എന്ന ഒരു സംസാരം, അവരെ വർണ്ണിച്ച ആ സ്ത്രീയാണ് ജീൻ ടൂമർ. അതേപോലെ വാക്കറിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു, ക്രിയേറ്റീവായിട്ട് ഗാർഡനിങ്ങും അല്ലേ. വാക്കറിൻ്റെ നമ്മുടെ ഈ ആലിസ് വാക്കറിൻ്റെ അമ്മ, അതായത് നമ്മളെ ഓദറിൻ്റെ അമ്മ
തൻ്റെ മകളെന്ന ആലിസ് വാക്കറിലൂടെ മാത്രമല്ല അവരുടെ ക്രിയേറ്റിവിറ്റി കാണിച്ചിട്ടുള്ളത്. സ്വന്തമായി ഒറിജിനൽ ഗാർഡൻസ് തന്നെ ഉണ്ടായിരുന്നു, ഒറിജിനൽ ഗാർഡനിങ്. അപ്പോൾ അവർ ഗാർഡനിങ് ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ട് ചെയ്യും. ഇതൊക്കെ കണ്ടിട്ട് അതേപോലെ ക്വിൽറ്റിങ്, അതായത് ഇങ്ങനെ കോർത്തിണക്കിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുക. അതായത് അമ്മൻ്റെ ഡെയിലി കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ പോലും ക്രിയേറ്റിവിറ്റി കണ്ടിട്ട് നമ്മൾ ആലിസ് വാക്കർ അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ ആലിസ് വാക്കറിൻ്റെ അമ്മ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. പിന്നെ വിർജീനിയ വുൾഫിനെ കുറിച്ച് പറയുന്നുണ്ട്. വെള്ളക്കാരിയായിട്ടുള്ള സ്ത്രീയാണ്, അവർക്ക് ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും. പക്ഷേ ഫിലിസ് വിറ്റ്ലിയെ, കറുത്ത വർഗ്ഗക്കാരിയായ ഫിലിസ് വിറ്റ്ലിയെ ചേർത്തി നോക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നൊരു പഠനവും ഇതിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനാലിസിസിലേക്ക് കടക്കുകയാണ്, അവസാനമാണ്. അപ്പോൾ ബ്ലാക്ക് വിമൻസ് ക്രിയേറ്റിവിറ്റി പെർസിസ്റ്റഡ് ഡിസ്പൈറ്റ് സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻ ലിമിറ്റഡ് ഔട്ട്ലെറ്റ്സ്. അപ്പം ഈ ഒരു എസ്സേയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കറുത്ത വർഗ്ഗക്കാരികളുടെ ക്രിയേറ്റിവിറ്റി, കറുത്ത വർഗ്ഗക്കാരികളായ സ്ത്രീകളുടെ ക്രിയേറ്റിവിറ്റി അവരെത്രത്തോളം ഒപ്രഷനും എത്രത്തോളം ലിമിറ്റേഷൻ ഉണ്ടായിട്ട് പോലും അതിൽ നിന്നും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് പോലും അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് മദേഴ്സ് ആർട്ടിസ്റ്റിക് സ്പിരിറ്റ് പാസ് ടു ചിൽഡ്രൻ സീൻ ആസ് ദെയർ വണ്ടർഫുൾ ഗാർഡൻസ്. അപ്പം അമ്മമാർക്ക് ഒരുപാട് ആർട്ടിസ്റ്റിക് കഴിവുകൾ ഉള്ളിലുണ്ട്, പക്ഷെ അന്നത്തെ ആ ഒരു തടസ്സങ്ങൾ കാരണം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ ആ അമ്മമാരുടെ ഉള്ളിലുള്ള ആ കഴിവാണ് മക്കളിലേക്ക് അനന്തരമായി പോകുന്നത്. അപ്പോൾ ഈ അമ്മമാരുടെ മക്കളാണ് വണ്ടർഫുൾ ഗാർഡൻസ് എന്ന് പറയപ്പെടുന്ന ഈ മക്കളിലേക്ക് എന്ത് ചെയ്യും, ഇവരെ ക്രിയേറ്റിവിറ്റി പോകും. അപ്പോൾ മക്കൾ നല്ല ക്രിയേറ്റീവ് ആവുക എന്നുള്ളത് അവരുടെ അമ്മക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവും കൂടിയാണ് എന്നാണ് കാണിക്കുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് റെഫറൻസ് ടു ടൂമർ ആൻഡ് വിറ്റ്ലി സൗണ്ട്സ് ആർഗ്യുമെന്റ്സ് ആൻഡ് റിയൽ ഇവന്റ്സ്. അല്ലേ, ഇവിടെ ചരിത്രപരമായ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളെ പറയുന്നുണ്ട്. ടൂമർ പറയുന്നുണ്ട്, വിറ്റ്ലി പറയുന്നുണ്ട്, അതേപോലെ നമ്മൾ വിർജീനിയ വുൾഫിനൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ ചരിത്രപരമായ ഒറിജിനൽ ആളുകളെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വെറുതെ ഒരു കഥ പറയുകയല്ല, യാഥാർത്ഥ്യം പറയുന്ന, ചരിത്രബന്ധിതമായ യാഥാർത്ഥ്യം പറയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. അതുപോലെ സ്പിരിച്വാലിറ്റി, ചർച്ചിനെയും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി കുറച്ചെങ്കിലും പുറത്ത് കാണിക്കാൻ, അവരുടെ ആർട്ടിസ്റ്റിക് കഴിവിനെ കുറച്ചെങ്കിലും പുറത്ത് കാണിക്കാൻ ചർച്ചകളിൽ നിന്ന് പാടാനും ഒക്കെ കഴിഞ്ഞത് അവർക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചർച്ചകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്പിരിച്വാലിറ്റി കൊണ്ടുവരികയും കറുത്ത വർഗ്ഗക്കാരികളായ സ്ത്രീകൾക്ക് അവരുടെ ഉള്ളിലുള്ള ആർട്ടിനെ കുറച്ചെങ്കിലും പുറത്ത് കൊണ്ടുവരാൻ സഹായിച്ചു എന്നും നമ്മുടെ എസ്സേയിൽ പറയുന്നുണ്ട്. പിന്നെ ക്രിട്ടിക് എസ്സേസ് ഫോക്കസ് ഓൺ ട്രാജഡി, ഓവർലുക്ക് സ്റ്റോറീസ് ഓഫ് ട്രയംഫ്, ലിമിറ്റിംഗ് നറേറ്റീവ് സ്കോപ്പ്. അപ്പോൾ ഈ ഒരു എസ്സേക്കെതിരെയുള്ള ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫിലിപ്പ് വിറ്റ്ലി സ്വീപ്പായി, ഫിലിപ്പ് വിറ്റ്ലി ആകെ ഇടങ്ങാറായി, മരിച്ചുപോയി, അവസാനം ആരോഗ്യമെല്ലാം നശിച്ചു പോയിട്ട് വിർജീനിയ വുൾഫ് അങ്ങനെ മരിച്ചുപോയി. അപ്പോൾ അവർ ഉണ്ടാക്കിയത് എന്തെന്നുള്ളതിനുപരി ഈ എസ്സേ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അവർ സഹിച്ച ദുരന്തങ്ങളാണ്. അപ്പോൾ ഈ എസ്സേനെ ക്രിട്ടിക്ക് ചെയ്യുന്ന ആളുകൾ എന്താ പറയുന്നത്, എതിർക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ഫുള്ള് ദുരന്തം മാത്രമാണ് നോക്കുന്നത്, അവരുണ്ടാക്കിയൊരു ഉപകാരത്തെ, ഒരു നന്മയെ നോക്കുന്നില്ല. അപ്പോൾ ഈ എസ്സേ ഒരു പെസിമിസ്റ്റിക് ആണ്, നെഗറ്റീവ് സെൻസിലാണ് ഉള്ളത് എന്നുള്ളൊരു ഒരു അതിവായന ഇതിന് മേളിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കവിതയുടെ ഒരു ഓവറോൾ അനാലിസിസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, വെള്ളക്കാരായ സ്ത്രീകളെക്കാൾ കൂടുതൽ അനുഭവം അവർക്കാണുള്ളത്. ഓക്കെ, വെള്ളക്കാരായ സ്ത്രീകൾക്ക് സ്ത്രീക എന്ന ആൾക്കുള്ള ഓപ്പറേഷൻ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കറുത്ത വർഗ്ഗക്കാരികളായ സ്ത്രീ. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിലിസ് വിറ്റ്ലി എന്ന സ്ത്രീ അവിടെ ഉപമിച്ചിട്ടുള്ളത്. വെള്ളക്കാരിയായ സ്ത്രീക്ക് ഉദാഹരണം കൊടുത്തിട്ടുള്ളത് വിർജീനിയ വുൾഫാണ്. വിർജീനിയ വുൾഫ് വെള്ളക്കാരി ആയിരിക്കെ ഒരുപാട് തടസ്സങ്ങൾ പറഞ്ഞിരുന്നു. ആ തടസ്സങ്ങളെല്ലാം ശരിക്കും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഫിലിസ് വിറ്റ്ലി. എന്നിട്ട് പോലും അവർ ക്രിയേറ്റീവായി. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഫ്രീഡം കൊടുത്തിരുന്നുവെങ്കിൽ അവരിന്ന് ലോകം കീഴടക്കിയതിനെ അവരുടെ കഴിവ് കൊണ്ട് എന്നാണ് ആ ഒരു കാഴ്ചപ്പാട് പറയുന്നത്. പിന്നെ അമ്മമാരെ കുറിച്ച് പറഞ്ഞു. അമ്മമാരെന്നുള്ളത് എന്താണ്, അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, അവർക്കത് പുറത്ത് കാണിക്കാൻ പണ്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ അവരുടെ വണ്ടർഫുൾ ഗാർഡൻസ് അവരുടെ മക്കളിലേക്ക് അത് അനന്തരം കൊടുക്കുകയും അപ്പോൾ അവരുടെ മക്കൾ എന്ത് ചെയ്യാണ്, കൂടുതൽ ഉഷാറായി ക്രിയേറ്റീവായി മുന്നോട്ട് വരികയാണെന്ന് പറയുകയാണെങ്കിൽ ആ അമ്മമാർ ക്രിയേറ്റീവാണ്, അവർക്കാണ് ആ ക്രെഡിറ്റ് പോകുന്നത് എന്നൊരാശയം കൂടിയും ഈ ഒരു കവിതയിൽ കൊണ്ടുവരുന്നുണ്ട്, ഈ ഒരു എസ്സേയിൽ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ആകത്തുക ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.